വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഫേസ് റൈസർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഹ്യൂമൻ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിന്റെ ഫേസ് റൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടുതൽ തന്നെ കാർമേസിന്റെ ഈ ഒരു ഫേഷ്യൽ ഷേവിംഗ് ക്രീമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമല്ല നിങ്ങൾക്ക് ഈ ഒരു ക്രീം തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് രണ്ടും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം ഒരു 150 പ്രൈസ് വരുന്നത്. ഇതുണ്ട്, അലോവേര ജെല്ല് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ജെല്ലാണ്. നമുക്ക് ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ഓൾ ഓവർ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റേസർ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ മുറിയത്തില്ല, പക്ഷെ നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫേഷ്യൽ ഹെയർ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ റേസർ വരുന്നത്. ഈസിയാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിന്റെ ടിപ്പ് പോർഷനിൽ ഇങ്ങനെ ഒരു സിക്സാഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് മുറിയുമോ എന്നുള്ള ടെൻഷൻ വേണ്ട, ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഈ സിക്സാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ഫേസിൽ മാത്രമല്ല, കയ്യിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാമേ. എനിക്ക് കൂടുതൽ ഹെയർ ഉള്ളത് ഈ അപ്പർ ലിപ്പിന്റെ പോർഷനിലും അതേപോലെ തന്നെ ഫോർഹെഡിലുമാണ്. അപ്പൊ ഞാൻ അത് മാത്രമേ യൂഷ്വലി റിമൂവ് ചെയ്യാറുള്ളൂ. ആ കൂട്ടത്തിൽ തന്നെ ഐബ്രോസും കൂടെ ചെയ്യുവേ. ഇത് നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് റിമൂവ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ഇരുന്നിട്ട് അത് ഡ്രൈ ആവും. പിന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കാണത്തില്ലേ. അപ്പൊ നമുക്കിത് ഹെയർ ഗ്രോത്ത് എങ്ങനാണോ ആ ഒരു ഡയറക്ഷനിൽ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാമേ. ഇത് കണ്ട, ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ആയി വരും. ഇത് നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഇത് വൈപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം എഗെയിൻ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓൾ ഓവർ ഫേസിലെ ഫേഷ്യൽ ഹെയർസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മുറിയോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ കാണും. പക്ഷേ ഇത് സിക്സാഗ് ആയതുകൊണ്ട് അങ്ങനെ മുറിയത്തൊന്നുമില്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഫേസ് റൈസർ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്